ഹലോ, വെൽക്കം ബാക്ക്. ഇന്നത്തെ ദിവസത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം ഞാൻ ആ പറഞ്ഞ വീഡിയോ ആണ് ഇട്ടത്. എൻ്റെ വീഡിയോ പുതിയതായിട്ട് കാണുന്നവരാരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യട്ടാ മുത്തുമണികളെ. അതേപോലെ തന്നെ നിങ്ങൾ വീഡിയോ കാണുന്നതോട് കൂടിയിട്ട് നിങ്ങൾ ലൈക്ക് അടിക്കുക ഒരിക്കലും നിങ്ങൾ മറക്കരുത് കേട്ടോ. നിങ്ങൾ ലൈക്ക് അടിക്കണം. അങ്ങനെ ഞാൻ പാർട്ട് 2 വീഡിയോ ഇടാണ്. കല്യാണ ദിവസമാണ് ഇന്ന് കേട്ടോ. മൈലാഞ്ചൊക്കെ കഴിഞ്ഞ് കല്യാണ ദിവസമാണ്. ഞങ്ങൾ രാവിലെ എണിച്ച് ഞാൻ ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്ത് അങ്ങനെ കുറച്ച് നേരം ഇങ്ങനെ മുറ്റത്തിരിക്കുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ സ്റ്റേജിൻ്റെ പരിപാടി ഫുള്ളായിട്ടൊന്നും ഉണ്ടായിട്ടില്ല. അപ്പോൾ ബാക്കി പണിക്കാരൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ. അങ്ങനെ ഒരു പണിയൊക്കെ എടുക്കണമൊക്കെ നോക്കിയിട്ട് ഞങ്ങളും തന്നെ രാത്രിയല്ല അവിടെ എത്തിയത്. അങ്ങനെ അവിടെ എല്ലാം ഇങ്ങനെ ഇരുന്ന് നാഷ്ട കഴിക്കുകയാണ് കേട്ടോ എല്ലാവരും ഇരുന്നിട്ട്. അപ്പോൾ അമ്മായി എല്ലാവരും കൂടി പൂരിയെല്ലാം ഉണ്ടാക്കിയിട്ടുണ്ട്. തലേന്ന് രാത്രിക്കത്തെ ബിരിയാണി എല്ലാം കൂടി ഇരുന്നിട്ട്. പക്ഷേ ഇതൊന്നും വോയിസ് ഓവർ കൊടുക്കാതെ പറ്റൂല മക്കളെ. എന്താ പറഞ്ഞിട്ടുണ്ടെങ്കിൽ വോയിസ് ആയിട്ട് വന്നിട്ടുണ്ടെങ്കിൽ അവിടെ മുട്ടലും പാട്ടും ഒച്ചപ്പാടും ബഹളമൊക്കെ അല്ലേ. അപ്പോൾ കേൾക്കുന്നവർക്ക് ഇപ്പം നമ്മൾ എന്താ ഈ പറയുന്നത് എന്നുള്ളതൊന്ന് കേൾക്കണമല്ലേ, എന്താണെന്നില്ല. പിന്നെ വെറുതെയെങ്കിലും ഒച്ചപ്പാടിൻ്റെ ഇടയിൽ കൂടി നമ്മൾ കുറേ പരപരാന്ന് പറഞ്ഞിട്ട് കാര്യമല്ലല്ലോ. അപ്പോൾ കല്യാണ ദിവസത്തിൻ്റെതാണ് കേട്ടോ. അപ്പം ഞങ്ങൾ ഉമ്മാൻ്റെ ഏട്ടൻ്റെ പേരൊക്കെ നമ്മളിപ്പോൾ കെട്ടിക്കുന്നതിൻ്റെ മുന്നല്ലേ ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോകും. കെട്ടിച്ച് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ മക്കൾ പഠിത്തം കഷ്ടപ്പാട് ബുദ്ധിമുട്ട് അങ്ങനെയൊക്കെ അല്ലേ. അങ്ങനെ ഞങ്ങൾ ഇക്കാക്കാൻ്റെ പേര പണി ഫുള്ള് തീർന്നിട്ട് ഞങ്ങൾ പോയിട്ടുണ്ടായിട്ടില്ലായിരുന്നു. അപ്പോൾ വീടൊക്കെ ഞങ്ങളൊന്ന് പുറത്തിറങ്ങിയിട്ട് ഇങ്ങനെ നോക്കുകയാണ് കേട്ടോ. ചുറ്റമൊക്കെ ഒന്ന് നോക്കുകയാണ്. രാത്രി കണ്ടിരുന്നു, പക്ഷെ അത് രാത്രിയാകുമ്പോൾ നമുക്ക് അത്ര ഇതാവില്ലല്ലോ. അങ്ങനെ വീടൊക്കെ ഒന്ന് ചുറ്റുവരങ്ങൾ കണ്ടു നോക്കിയിട്ട് അപ്പോൾ ഞങ്ങളിവിടെ കല്യാണം രാത്രി ആയിരുന്നു കേട്ടോ. ശനിയാഴ്ച രാത്രി കല്യാണം, ഉച്ചക്ക് അവിടെ പെൺവീട്ടിൽ കല്യാണമായിട്ട് പിന്നെ അവിടെ ഞങ്ങൾ പോയിട്ട് കൂട്ടിയിട്ട് വരണം. അങ്ങനെ രാവിലത്തെ ചായ കുടിയെല്ലാം കഴിഞ്ഞിട്ട് ഞങ്ങൾ സിസ്റ്റേഴ്സുകളെല്ലാം കൂടി ഇങ്ങനെ വെറുതെ റോട്ടിൽ കൂടി നടക്കുക എന്നും പറഞ്ഞിട്ട് ഇങ്ങനെ പോവുകയാണ് കേട്ടോ. കത്തിയടിച്ച് ഇങ്ങനെ നടക്കുകയാണ്, ഓരോ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട്. അവിടെ ഒരു തോടുണ്ട്, ആ തോട്ടിലോട്ട് പോയിട്ട് വെറുതെ ഇങ്ങനെ പേരൻ്റെ ഉള്ളിൽ അങ്ങനെ ഇരിക്കുകയല്ലേ, രസമാണല്ലോ. ഞങ്ങളിങ്ങനെ കൂടുമ്പോൾ ഒരു രസമാണല്ലോ. അപ്പോൾ ഇങ്ങനെ പോവുകയാണ്, ഞങ്ങളിങ്ങനെ നടന്ന് പോവുകയാണ് കേട്ടോ. ഞാൻ റീലിട്ടിട്ടുണ്ടായത് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും എന്ന് വിചാരിക്കുക. അപ്പോൾ നല്ല വാഴത്തോട്ടം, കേരളത്തിലേക്കൊക്കെ പോയി ഇങ്ങനെയാണല്ലോ, വാഴത്തോട്ടം തെങ്ങും തോട്ടം ഒക്കെ ആണല്ലോ കാണുക. അപ്പോൾ അവിടെ നിന്നിട്ട് കുറച്ച് ആൾക്കാർ ചർച്ച ചെയ്യുന്നുണ്ട്, പോണ്ട കുറേ പോകണം എന്നൊക്കെ പറഞ്ഞിട്ട്. കുറച്ച് ആൾക്കാർ ബാണ്ടേ നമുക്ക് പോകാമെന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അങ്ങനെ അഭിപ്രായം പറയാണ്, പോവണോ പോണ്ടേ എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ അങ്ങനെതാ ഈ പാടമൊക്കെ കണ്ടപ്പോൾ നല്ല രസമുണ്ട്. അപ്പോൾ ഞാൻ അതൊക്കെ ഒന്ന് പൂളത്തോട്ടമൊക്കെ കണ്ടപ്പോട്ടോ അങ്ങനെ അതിലെല്ലാം കറങ്ങിയടിച്ച് വന്നപ്പോഴത്തേന് പിന്നെ എല്ലാവർക്കും നല്ല ദാഹിച്ചൊക്കെ ചെയ്തിന്. അവിടെ നല്ല ചൂടാണല്ലോ. നമ്മൾ ഈ നല്ല തണുപ്പ് ക്ലൈമറ്റിൽ നിന്ന് ചൂട് അവിടേക്ക് പോകുമ്പോൾ നമുക്കത് താങ്ങാൻ പറ്റൂലല്ലോ. അപ്പോൾ ഞങ്ങളെന്താക്കി കയറി കുട്ടികളും ഞങ്ങളെല്ലാം കൂടിയിട്ട് ജ്യൂസും സോഡയും സിപ്പപ്പും എല്ലാം കുടിച്ചിട്ട് അടിപൊളിയായിരുന്നു കേട്ടോ. നല്ല രസമായിരുന്നു. പക്ഷെ ഇപ്പം ഇത് കാണുമ്പോൾ നല്ല മിസ് ചെയ്യുന്നുണ്ട് ഇതിങ്ങനെ കാണുമ്പോൾ കേട്ടോ. അപ്പോൾ നിങ്ങൾ ഇത് പിന്നെന്താ പറയുക, അപ്പോൾ നിങ്ങളൊന്ന് വീഡിയോ ഒന്ന് കണ്ടുനോക്കിയിട്ട് ഫുള്ള് വോയിസ് ഓവർ കൊടുക്കുക എന്ന് പറഞ്ഞാൽ നടക്കില്ല. പിന്നെ ഇതിൽ കുറേ എന്താ അറിയോ, ഞാൻ വോയിസ് പാട്ട് പാടണതും മുട്ടിപ്പാട്ട് പാടണതൊക്കെ ഉണ്ട്. അതെല്ലാം ഞാൻ കട്ടാക്കിന് കേട്ടോ. കട്ടാക്കാതെ രക്ഷയില്ല. പക്ഷെ കട്ടാക്കാതെ ഇടാൻ നല്ല താല്പര്യമുണ്ട്. പക്ഷെ നമുക്ക് ചാനലിന് കോപ്പിറൈറ്റ് കാരണത്താൽ നമ്മൾ ഇടാൻ പറ്റൂല കേട്ടോ. അതുകൊണ്ട് പാട്ടൊക്കെ കുറേ കട്ടാക്കി, കൈമുട്ടി പാടുന്നത് മാത്രം ഞാൻ ഇതിൽ വോയിസ് ആയിട്ട് ഇട്ടിട്ടുള്ളൂ കേട്ടോ. അതല്ലാതെ എല്ലാ വോയിസും കട്ടാക്കിയിട്ടുണ്ട്. അങ്ങനെ ഞങ്ങൾ പെരക്ക് പോയി നോക്കുമ്പോൾ ഒന്നും കൂടി പിന്നെ ഒക്കെ ഒരുക്കീന് കേട്ടോ. സ്റ്റേജും കാര്യങ്ങളും എൻട്രൻസും ഒക്കെ ഒരുക്കിയിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ജസ്റ്റ് ഒന്ന് വീഡിയോ എടുത്തിട്ട്, കല്യാണ ദിവസമാണല്ലോ. പിന്നെ ഞങ്ങൾ പോയി കുളിച്ചൊരുങ്ങി കേട്ടോ. എല്ലാവരും ഡ്രസ്സ് ഞങ്ങൾക്ക് പെണ്ണിനെ കൂട്ടാൻ വേണ്ടി പോകണമല്ലോ. അപ്പോൾ എല്ലാവരും കുളിച്ച് ഒരുങ്ങി ഫുഡ് കഴിക്കാനിരിക്കുകയാണ് കേട്ടോ. അങ്ങനെ ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്തിട്ട് ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് ഇരിക്കുകയാണ്. ഉച്ചക്ക് വലിയ ആൾക്കാരൊന്നുമില്ല, ഞങ്ങൾ കുടുംബക്കാർ മാത്രം ഫുഡ് കഴിക്കാൻ ഉണ്ടായിട്ടുള്ളൂ. പിന്നെ എല്ലാവരും അമ്മായിൻ്റെ പേര് അവിടെ മട്ടന്നൂരുണ്ടായിട്ട് അടുത്ത് ഇല്ലവരെല്ലാം വന്ന് ആ സമയമാകുമ്പോൾ പെണ്ണ് കൂട്ടാൻ വേണ്ടിയിട്ട് പോവുകയാണ് കേട്ടോ. അപ്പോൾ സെഫിനാൻ്റെ മോനിതാ പിന്നെ ഇപ്പോൾ വെറും ചോറൊക്കെ വാരിത്തുണ്ട്. പാവ് വിശന്നിട്ടാണ് എന്താണെന്നുള്ളതൊന്നും അറിയൂല. പിന്നെ ചൂട് ചോറൊക്കെ വാരിത്തു. പക്ഷെ അതങ്ങനെ ക്യൂട്ടായിട്ട് വാരി തിന്നണ കാണുമ്പോൾ ഒരു രസമാണ്. അപ്പോൾ ഞാനങ്ങനെ വീഡിയോ എടുത്തതാണ്. രസമാണല്ലേ ഇങ്ങനെ കുഞ്ഞു മക്കളൊക്കെ കാണുമ്പോൾ. അപ്പോൾ ഞാനത് വീഡിയോ എടുത്താണ്. അപ്പം ഞങ്ങൾക്ക് ചിക്കൻ കറി, നെയ്ച്ചോറ്, സലാഡ്
ഇതൊക്കെ ആയിരുന്നു. ഞങ്ങളിവിടെ രാത്രിയാണല്ലോ കല്യാണം. അപ്പം നമ്മളെ റെയിൻകാക്ക തകൃതായിട്ട് ഇങ്ങനെ വിളമ്പി തരുന്നുണ്ട് കേട്ടോ, കുറേ തగ్గടിച്ചിട്ടൊക്കെ. അപ്പത്തേന് ഞങ്ങൾ ചോറൊക്കെ വെച്ചിട്ട് വരുമ്പത്തിന് മുട്ടിയിട്ട് പാടുന്ന ആൾക്കാർ ടീം വന്നിട്ട് കേട്ടോ. ഇവരുടെ ടീമിൻ്റെ പേര് ഇൻസ്റ്റ ID പിന്നെ യൂട്യൂബ് ചാനലെല്ലാം മൈലാഞ്ചി കൈമുട്ടി പാട്ട് എന്നാണല്ലോ. പക്ഷെ എൻ്റെ അടുത്ത് പറഞ്ഞ് നമ്പർ തരം നിങ്ങൾ ആഡ് ചെയ്തോളി എന്ന് പറഞ്ഞിട്ടുണ്ടായി. പക്ഷെ അത് മറന്നുപോയി കേട്ടോ, ഓരൊക്കെ തന്നതുമില്ല. ഞാനും പിന്നെ അതങ്ങനെ മറന്നുപോയി. ഞാൻ ഇങ്ങനെ വ്ളോഗ് ചെയ്യുന്ന ആളാണെന്ന് പറഞ്ഞപ്പോൾ ഞങ്ങൾ നമ്പർ തരം നിങ്ങൾ ആഡ് ചെയ്തോളി എന്നിട്ട് എനിക്ക് ഇത് തന്നിരുന്നു. ഇൻസ്റ്റ ID തന്നിട്ടില്ല, യൂട്യൂബ് ചാനലിൻ്റെ ഞാൻ അങ്ങനെ സബ്സ്ക്രൈബ് ചെയ്തിരുന്നു. അങ്ങനത്തെ പുതിയാപ്പിൾ ഇറങ്ങുകയാണ് കേട്ടോ, എല്ലാവരുടെ അടുത്ത് യാത്ര പറഞ്ഞിട്ട് പുതിയാപ്പിള ഇറങ്ങുകയാണ്. നിക്കാഹ് കഴിഞ്ഞതാണ്, 1 വർഷമായി നിക്കാഹ് കഴിഞ്ഞിട്ട്. ഇന്ന് റിസപ്ഷൻ ആയിരുന്നു. അപ്പോൾ അതാ എല്ലാവരുടെ അടുത്ത് യാത്ര പറഞ്ഞിറങ്ങുന്നുണ്ട്. ഇവിടെ പറഞ്ഞാൽ ഓൺ വോയിസ് കൊടുക്കാനേ പറ്റൂല. എന്താ പറയുക, അങ്ങനെ മുട്ടിപ്പാടുന്നുണ്ട്. മുട്ടലും പാടലും തുള്ളലും. എന്തായാലും ചെക്കന്മാർ പൊള്ളിയട്ട, വേറെ ലെവൽ. ചെമ്മു നിൻ്റെ ഫ്രണ്ട്സുകൾ കട്ടക്ക് നിന്നില്ല നിൻ്റെ കൂടെ. അടിപൊളിയായിരുന്നു കേട്ടോ, നല്ല എൻജോയ് ആക്കുന്നുണ്ടായിരുന്നു ഇവർ. അവിടെ പോയിട്ടായാലും അങ്ങനെ തന്നെ കട്ടക്ക് നിന്നിട്ട്. പക്ഷേ ഫ്രണ്ട്സുകൾ അടിപൊളിയാക്കിയിട്ടുണ്ട്. മാഷാ അല്ലാ, അൽഹംദുലില്ലാ. എന്തായാലും ഞങ്ങൾ കല്യാണം അടിച്ച് പൊളിച്ചിട്ടോ. അപ്പോൾ ഇവനെ പരിചയമുള്ളവരാരെങ്കിലും എൻ്റെ വീഡിയോ കാണുന്നുണ്ടോയെന്നുള്ളത് അറിയൂല. മട്ടന്നൂർ ഭാഗമുള്ളവരാരെങ്കിലും എൻ്റെ വീഡിയോ കാണുന്നുണ്ടോയെന്നുള്ളത് അറിയില്ല കേട്ടോ. ആരെങ്കിലും കാണുന്നവരുണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. അപ്പം ഞങ്ങൾ പോവുകയാണ്, എല്ലാവരും ഇറങ്ങുകയാണ് കേട്ടോ. പുതിയാപ്പളുടെ വേക്കിൽ തന്നെ ആണുങ്ങളും പെണ്ണുങ്ങളും എല്ലാവരും ഇറങ്ങുകയാണ് കേട്ടോ. പക്ഷെ ഇപ്പോൾ വീഡിയോക്കാരൊക്കെ നമ്മളെ ഫോട്ടോ എടുക്കുക അങ്ങനെയൊക്കെ അല്ലേ ചെയ്യുള്ളൂ. വീഡിയോ യൂട്യൂബിലാകുമ്പോൾ ഇതിപ്പോൾ ഏത് കാലമായാലും ഉണ്ടാവുമല്ലോ. പിന്നെ ഞങ്ങൾ രാത്രി ഇവിടെ കല്യാണത്തിൻ്റെ വീഡിയോ ഒന്നും എടുത്തിട്ടില്ല കേട്ടോ. അപ്പോഴത്തേനും എൻ്റെ ഫോണിലെ ചാർജെല്ലാം തീർന്നിനു. ഇവിടെ വന്നിട്ടില്ലതൊന്നും ഞാൻ എടുത്തിട്ടില്ല. അങ്ങനെ ഞങ്ങളിതാ ബസ് കയറാൻ വേണ്ടിയിട്ട് പോവുകയാണ് കേട്ടോ. ബസ് കയറാൻ എന്താ പുതിയാപ്പൾക്ക് പോകാനല്ല കാറ് ഇവിടെ നിർത്തിയിട്ടിട്ടുണ്ട്. അപ്പോൾ ബസ്സിലേക്ക് പോവുകയാണ്. പക്ഷെ ഞങ്ങൾ ഈ ബസ്സിൽ പോയിട്ടില്ല. ഈ ബസ് ആൾ കയറിയപ്പത്തിന് ഫുള്ളായിനീന്. ഞങ്ങൾ ഇതിൽ പോയിട്ടില്ല കേട്ടോ. ഞങ്ങൾക്ക് പിന്നെ വേറെ ബസ് വന്നതാണ്. പിന്നെ ഒരു ബസ്സിൽ കയറിയ ചെക്കന്മാരെല്ലാം ഫുള്ള് താറിലും ഇതിലൊക്കെ ആയിട്ട് അങ്ങനെ ഓരൊക്കെ പോയിട്ടോ. ചെക്കന്മാരൊക്കെ അങ്ങനെയൊക്കെ കയറിപ്പോയി. ഞങ്ങൾ അവിടെ വെയിറ്റാക്കി നിൽക്കുകയാണ് കേട്ടോ ബസ്സിൽ. അവിടെയും ഞങ്ങൾ വെറുതെ നിന്നിട്ടൊന്നുമില്ല, ക്യാൻഡിയൊക്കെ തിന്നിട്ട് അങ്ങനെ അവിടെയും ഞങ്ങൾ വെറുതെ നിൽക്കില്ല ഗൈസ്. അപ്പം ഞങ്ങൾക്ക് പോകാനില്ല ബസ് വന്ന് ഞങ്ങൾ അതിൽ കയറുകയാണ് കേട്ടോ. അങ്ങനെ റെയിൻകാക്ക നമ്മളോട് എന്തൊക്കെയോ തగ్గടിക്കുന്നുണ്ട്. അങ്ങനെ ഞങ്ങൾ അവിടെ ഇരുന്നിട്ട് എന്തായാലും ബസ് ഓഡിറ്റോറിയത്തിലല്ല കേട്ടോ, ഞങ്ങളെ കുടുംബത്തിൽ തന്നെയാണ് പെണ്ണ് ഉള്ളത്. ഉമ്മാൻ്റെ ഇനിയൊരു ഏട്ടൻ്റെ ഉമ്മാൻ്റെ ഇനിയൊരു അനിയൻ്റെ മോളെ തന്നെയാണ് കേട്ടോ കെട്ടുന്നതും. അതുകൊണ്ട് അതും ഞങ്ങളെ കുടുംബം. അങ്ങനെ അവിടെ എത്തിയപ്പോൾ ബാക്കി കേട്ടു. ചാനലിന് പ്രശ്നമാകുന്നത് കൊണ്ടാണ് കേട്ടോ, കോപ്പിറൈറ്റ് കിട്ടുന്നത് കൊണ്ടാണ് ഇതൊക്കെ കട്ടാക്കുന്നത്. പക്ഷെ അടിപൊളിയായിരുന്നു, തുള്ളലും കൂക്കലൊക്കെ ആയിട്ട് രസമായിരുന്നു കേട്ടോ. ഇതൊക്കെ ഓളതും നമ്മളതൊക്കെ കുടുംബക്കാർ തന്നെയാണ്, അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ. അങ്ങനെ താഴെ പുതിയാപ്പള മേലെ അറയിൽ കയറിയിട്ടുണ്ട്. അപ്പോൾ ഇത് ഉപ്പയാണ് കേട്ടോ. ഉപ്പ മേലെ റൂമിലേക്ക് കൂട്ടിയിട്ട് പോവുകയാണ്. ഒരു പുതിയണ്ണിനെ മാറ്റി നിർത്തിയിട്ട് ഇങ്ങനെ കൂട്ടിയിട്ട് പോവുകയാണ്. അപ്പോൾ പുതിയാപ്പളുടെ ഉപ്പി കൂട്ടിയിട്ട് പോവുകയാണ് മേലേക്ക്. പക്ഷെ ഈ സമയത്തൊന്നും നമുക്ക് പാട്ട് കൊടുക്കാൻ പറ്റൂല. ഈ സമയത്തൊന്നും ഈ പാട്ട് നമുക്ക് ഇടാൻ പറ്റില്ല. ഫുള്ള് മുട്ടുകയാണ്, വെറും പാട്ടാണ് നമുക്ക് കൊടുക്കുക, കൈമുട്ടിപ്പാട്ട് മാത്രമാണ് കൊടുക്കുക. പക്ഷേ ഈ സമയത്ത് അടിപൊളിയായിരുന്നു കേട്ടോ. അടിപൊളിയായിട്ടുണ്ടായിന്. ഇത് കുറേ നേരം സത്യം പറയുകയാണെങ്കിലില്ലേ, ഈ പാട്ടും ഈ തുള്ളലും ഈ ചാട്ടവും തുള്ളലൊക്കെ ആയിരുന്നു കേൾക്കേണ്ടത്. പക്ഷെ എൻ്റെ ചാനലിന് പ്രശ്നം വരും, അല്ലെങ്കിൽ ഞാൻ കൊടുക്കുമായിരുന്നു.
ഒരു പെണ്ണിനും വിട്ടുകൊടുക്കുന്നില്ല, ഇവർ ചെക്കനും വിട്ടുകൊടുക്കുന്നില്ല. ആ ഒരു മത്സരം അത് കേട്ടോ. ആ മത്സര കളിയാണിത്. പെണ്ണിൻ്റെ ആൾക്കാരാണ് ഈ ഭാഗത്തേക്ക് നിന്നിട്ട് പെണ്ണുങ്ങൾ കൊട്ടണത്. ചെക്കൻ്റെ ആൾക്കാരാണ് ആ ഭാഗത്ത് നിന്നിട്ട് നമ്മൾ രണ്ടും നടുക്ക് പിന്നെ കൊട്ടുന്ന കേട്ടോ. മത്സരിച്ച് കൊട്ടുകയാണ്. പെണ്ണിനെ ഒരു കാണിച്ചു കൊടുക്കുന്നില്ല, ചെക്കനെ ഇവരും വിട്ടു കൊടുക്കുന്നില്ല കേട്ടോ. അങ്ങനെതാ ഒരിയാൻ അറയ കാണാൻ വേണ്ടിയിട്ട് പോവാണ് കേട്ടോ. ഈ തലശ്ശേരി ഭാഗത്തേക്കൊക്കെ മെയിൻ അറയാണല്ലോ. പിന്നെ അറ കാണാൻ വേണ്ടിയിട്ട് ഞങ്ങൾ പോവുകയാണ്. അങ്ങനെ പെണ്ണ് പൊട്ടിച്ചിട്ട് കയറുകയാണ് കേട്ടോ റൂമിക്ക്. ആ പന്തലിൻ്റെത് പൊട്ടിച്ചിട്ട് കയറിപ്പോവുകയാണ് കേട്ടോ. ഇതാണ് മാഷാ അല്ലാ, ഇതാണ് കേട്ടോ അറ വളപ്പിയാന്നത്. അങ്ങനെ അറയിലേക്ക് പെണ്ണിനാക്കി ഇങ്ങനെ ചെക്കനെ കാണാൻ വേണ്ടി അറ കാണാൻ അടുത്തേക്ക് അതൊരു ചടങ്ങാണല്ലോ. അറ കാണാൻ റൂം കാണാൻ പോക്ക്, അറ കാണാൻ പോക്ക്. അങ്ങനെ പിന്നെ അവിടെ ഫുള്ള് പിന്നെയും പാട്ട് തന്നെ. പുറത്ത് പാട്ട് ഇത് റൂമിൻ്റെ പുറത്ത് പാട്ട് പാടൽ നിർത്തിയിട്ടില്ല കേട്ടോ. പക്ഷെ ഇതിൽ മൈക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ അപ്പത്തെ, പക്ഷെ എന്തുണ്ടെങ്കിലും ഇങ്ങനെ മുട്ടിപ്പാട്ട് പറ്റൂല നമ്മളെ ചാനലിൽ. ഓൺ വോയിസ് ആയിട്ട് അപ്പം തന്നെ കൊടുക്കായിരുന്നു. ചെക്കന്മാർ കുപ്പായൊക്കെ ഊരി തുള്ളൽ തുടങ്ങി. ചൂട് എന്ന് പറഞ്ഞാൽ ഏതാ ചൂടിച്ചിട്ടാ. പക്ഷെ ഈ ഒരു താത്ത നല്ല കളിക്കുന്നുണ്ടായിന് കേട്ടോ. ചെക്കന്മാരെ കൂടെ തന്നെ താത്ത കളിക്കുന്നതിനോൾ ആരാണെന്ന് നല്ല കളിക്കുന്നുണ്ടായിനു. ഇത്രയൊക്കെ തന്നെയാണ് എൻ്റെ വീഡിയോ കേട്ടോ. ബാക്കി ഞങ്ങൾ പെണ്ണിനെ റൂം അടിപൊളിയാണ് മാഷാ അല്ലാ. അങ്ങനെ ഏട്ടനും പെണ്ണുങ്ങളും മക്കളൊക്കെ ആയിട്ട് ഇതാ ഫോട്ടോഷൂട്ടാണ് ഓരത്. പിന്നെ ഞങ്ങൾ വീട്ടിലേക്ക് വരുന്നതും അങ്ങനെ രാത്രിക്കത്തൊക്കെ കുറച്ച് കാര്യങ്ങളാണ് കേട്ടോ. രാത്രിക്കത്ത് ഇവിടുത്തെ ഫുഡിൻ്റെതോ കാര്യങ്ങളതോ ഒന്നും വീഡിയോ എടുക്കാൻ കഴിഞ്ഞിട്ടില്ല. അപ്പോഴത്തേനും എൻ്റെ ചാർജ് തീർന്നിനേനു കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ തന്നെയാണ്. നിങ്ങളെല്ലാവരും പോയി, ഞങ്ങൾ രാത്രി ആയിരുന്നു തിരിച്ചു വരുമ്പോൾ, നല്ല രാത്രി ആയിട്ടുണ്ടായിന്. പിന്നെ ഇവിടെ വന്നിട്ട് ഇവിടെ കല്യാണമാണല്ലോ. അപ്പോൾ നിങ്ങളെല്ലാവരും എൻ്റെ വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്യണം. ലൈക്ക് അടിക്കാനും, നിങ്ങൾ എൻ്റെ വീഡിയോ ഇനിയും നിങ്ങൾക്ക് കാണാൻ താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ, നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് കിട്ടണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് അടിക്കാൻ മറക്കരുത്. അപ്പം നിങ്ങളൊന്ന് കണ്ടു നോക്കിയിട്ട് വരിട്ടോ. വോയിസ് ഓവർ കുറേ കൊടുക്കാനും കഴിയൂലല്ലോ. എന്തപ്പോൾ ഇതിങ്ങനെ പറയണ്ട, നിങ്ങൾ കാണാനാണല്ലോ ഇഷ്ടം, ഞാൻ പറയണതല്ലല്ലോ. അത് ഫുള്ള് തളർന്നിട്ടോ. വണ്ടിയിൽ ഇതിലെല്ലാവരും സൈഡായി ഇരിക്കുകയാണ്. അങ്ങനെ അവിടെ എത്തി. വെൽക്കം ഡ്രിങ്ക് ഉണ്ടായിന്. അവിടെ കല്യാണം തുടങ്ങുകയല്ലേ, അപ്പം അതൊക്കെ കുടിക്കുകയാണ്. 2-3 ഗ്ലാസ് വെള്ളമൊക്കെ കുടിച്ചിട്ട് ഫുള്ള് ടയേർഡായിട്ടുണ്ടായിന്. അപ്പോഴത്തേന് ഇവരെ പാട്ട് വീണ്ടും തുടങ്ങി കേട്ടോ. നമ്മൾ ചക്കൻ്റെ ആൾക്കാരതാണ് ഈ മുട്ടിപ്പാട്ടിൻ്റെ ടീമുകൾ. അപ്പോൾ പിന്നെ ആൾക്കാരൊക്കെ നിറച്ചു വരാൻ തുടങ്ങി. ഫുഡ് കഴിക്കലും അങ്ങനെയൊക്കെ തുടങ്ങിട്ടോ. പിന്നെ ഒരു പാടുന്നും കൊട്ടുന്നും മുട്ടണമൊക്കെ ഉണ്ട്. ഞങ്ങൾ അപ്പോഴത്തേന് പോയി സൈഡായിട്ട് ഓരോരോ ഭാഗത്ത് ഇരുന്നീനേനു. ഡ്രസ്സൊക്കെ മാറ്റണം എന്നൊക്കെ പറഞ്ഞ് കല്യാണത്തെ ഡ്രസ്സൊക്കെ കൊണ്ടുപോയിനേനു. പക്ഷെ ഡ്രസ്സൊന്നും മാറ്റാനുള്ളൊരു ഇതുണ്ടായിട്ടില്ല, വയ്യേനു. അങ്ങനെ പിന്നെ അതൊക്കെ ഇട്ടിട്ട് പിന്നെ ഓരോ പാട്ട് കുറേ നേരം നോക്കിയാൻ. സത്യത്തിൽ എന്നോട് പറഞ്ഞിനേനു ഒരു നമ്പർ ആഡ് ചെയ്യുമെന്ന്, പക്ഷെ ഞാൻ മറന്നുപോയി ഗൈസ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അസ്സലാമു അലൈക്കും.